സ്തോത്രം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം തീടേണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. ഇൻപമുള്ള ജീവിതവും ഏറെ ദാനം മാനങ്ങളും തുൻപമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയാടിയ നേരുനിര പാവഴിയോ നീണ്ട നാടയോ കുറുതോ പാരും കാരൻ ഞോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങളോ അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൈ പേച്ചിടുന്നോ എല്ലാം എനിക്കാശീർവാദം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 18-ാം സങ്കീർത്തനം 39 മുതലുള്ള ചില തിരുവചനങ്ങൾ. യുദ്ധത്തിനായി എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരം അരുളിയതും ഇല്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീഥികളിലെ ചെളിയെ പോലെ അവരെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, ജാതികൾക്ക് എന്നെ തലവൻ ആക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു, അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണ പാപം കാണിക്കും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് ഇവിടെ ദൈവവചനത്തിലൂടെ കാണുന്നത് ദൈവം തരുന്നതായ 5 ഉറപ്പുകൾ ആണ്. ഒന്നാമത്തേത്, യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, നാം ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഞാൻ നിന്റെ ദൈവം, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഹല്ലേലൂയ പരിഹാരകനായി ഞാൻ നിന്റെ ദൈവമായി കൂടെ ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായി, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നാം തളർന്നു വീഴും എന്ന് നാം ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് നമുക്ക് പുതുബലം തന്ന് നമ്മെ ശക്തീകരിക്കുന്നു. നാലാമതായി, യേശു കർത്താവ് നമ്മെ സഹായിക്കും. നാം കഷ്ടതയിലായിരിക്കുമ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കും. അപ്പോൾ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുകയും നമ്മുടെ കഷ്ടതയിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അഞ്ചാമതായി, യേശു കർത്താവ് നമ്മെ താങ്ങുന്ന ദൈവമായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വീഴുവാൻ പോകുമ്പോൾ എൻ്റെ കൈ ഹല്ലേലൂയ ആമേൻ നിനക്ക് താങ്ങായുണ്ട് എന്ന് യേശു കർത്താവ് നമ്മോട് വചനത്തിലൂടെ അറിയിക്കുന്നു. ജീവിതത്തിൽ പ്രയോഗിക്കാൻ ഇന്ന് നിന്റെ മനസ്സിൽ ഭയമുണ്ടോ? ജോലി, കുടുംബം, ഭാവി, രോഗം, എന്തിനെക്കുറിച്ചും ഭയമാണ് എങ്കിലും ദൈവം നിന്നോട് പറയുന്നത് നീ ഭ്രമിക്കേണ്ട. ഹല്ലേലൂയ. കാരണം പ്രശ്നത്തിന്റെ വലിപ്പമല്ല,
നിന്റെ ദൈവം സർവശക്തനായി നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മോട് ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിനൊരു വിശുദ്ധ വഴിയുണ്ട്. ആ വിശുദ്ധ വഴിയിലേക്ക് നമുക്ക് തിരിയുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ നേരായ പാതയിലേക്ക് വഴി നടത്തും. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ഹല്ലേലൂയ, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നേരായ പാതയിൽ ജീവിക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവ സകല സത്യത്തിൽ നമ്മെ വഴി നടത്തി നിത്യജീവന്റെ പാതയിലേക്ക് എത്തിക്കുവാൻ മതിയായ ദൈവമായി നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധ വഴി എന്നതിനെ കുറിച്ച് നാം നോക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോട് കൂടെയിരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ് കേട്ടത്. വിശുദ്ധ വഴിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഇവിടെ മനോഹരമായി ഈ വചനത്തിലൂടെ കാണുവാനായി കഴിയുന്നു. അത് ഒരു പെരുവഴിയാണ്. അവിടെ ഒരു പെരുവഴിയും ഉണ്ടാകും എന്ന് വചനത്തിൽ കാണുന്നു. ഈ വഴി നമ്മുടെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയം ഇടുങ്ങിയിരുന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയും നിനക്ക് ഇടുക്കമായിരിക്കും. വിശുദ്ധമായി ജീവിക്കുക എന്നത് നിനക്ക് ഇടുക്കവും ബുദ്ധിമുട്ടും ആയിരിക്കും. അത് ഏറ്റവും വിശുദ്ധമായ വഴിയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. വഴിപോക്കർ ഭോഷന്മാർ പോലും തെറ്റിപ്പോകാത്ത വഴിയാണ് ദൈവത്തിന്റെ വഴി എന്നുള്ളത്. ഭോഷന്മാർക്ക് പോലും ആ വഴി തെറ്റുകയില്ലെങ്കിൽ ആ വഴി വളരെ എളുപ്പം ആയിരിക്കും. എന്നിരുന്നാലും ലോകജ്ഞാനികൾ ഈ വഴിയിലൂടെ നടക്കുവാൻ പരിശ്രമിച്ചാൽ അവർക്ക് വഴി തെറ്റുവാൻ സാധ്യതയുണ്ട്. നീ യേശു കർത്താവിന് വേണ്ടി ഒരു ഭോഷനായി തീരുന്നില്ല എങ്കിൽ ഒരിക്കലും വിശുദ്ധ വഴി അറിയുവാനോ അതിന്റെ വില മനസ്സിലാക്കുവാനോ നിനക്ക് സാധ്യമല്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല എന്ന് ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആകയാൽ അത് ഏറ്റവും സുരക്ഷിതമായ വഴി ആയിരിക്കും. ഒരു കാട്ടുമൃഗമോ ഭയപ്പെടുത്തുന്ന മറ്റ് യാതൊന്നുമോ അവിടെ ഉണ്ടായിരിക്കയില്ല. എന്നിട്ടും ഇത്ര സുരക്ഷിതമായ വിശുദ്ധ വഴി ചില ദൈവമക്കൾ തിരഞ്ഞെടുക്കുന്നില്ല. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രം ഈ വഴിയിലൂടെ നടക്കുവാനുള്ള അവകാശമുള്ളതിനാൽ ഈ വഴി അത്ര പവിത്രമായ വഴിയാണ് എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നു. എങ്ങനെ ഈ വഴിയിലൂടെ, ഈ വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും? ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുക. യേശുവേ, എൻ്റെ ജീവിതത്തിലെ സകല പാപവും ക്ഷമിക്കണമേ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവവചനം കാണുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ഇതിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം നാം പഠിക്കുമ്പോൾ, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. ആയതിനാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചതായ ഒരു വ്യക്തി, ഹല്ലേലൂയ, പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നതിന് മാനസാന്തരം, നാം ഏതിലാണോ ജീവിക്കുന്ന ആ വഴിയിൽ നിന്ന് തിരിഞ്ഞു വരുന്നതാണ്, മനം തിരിയുകയാണ്. പാപപ്രവൃത്തികൾ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പിശാചിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് പാപങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തി ഇനി എനിക്ക് ഈ പാപങ്ങൾ വേണ്ട, ഞാൻ യേശുവിന്റെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകണമേ, ശുദ്ധീകരിക്കണമേ
സ്വീകരിക്കണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് യേശുവിനോട് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ യേശു കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ കടലിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് ഹല്ലേലൂയ യോബിന്റെ ലേഖനത്തിൽ യോബ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി അടുത്തതായി ചെയ്യേണ്ടതാണ് യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുക, രക്ഷയുടെ അനുഭവം പ്രാപിക്കുക. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന ദൈവമായി ജീവിക്കുന്നു എന്ന് ഹല്ലേലൂയ നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ സകല നിയന്ത്രണവും പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഏറ്റെടുക്കുന്നു. അപ്രകാരം രക്ഷയുടെ അനുഭവം പ്രാപിച്ച് യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ചതായ ഒരു വ്യക്തി അടുത്തതായി ദൈവത്തിന്റെ കൽപ്പനയായ ഹല്ലേലൂയ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ ധരിക്കുന്നതാണ്, ക്രിസ്തുവിനോട് ചേരുന്നതാണ്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നത്, ആമേൻ ആമേൻ, യേശു കർത്താവ് നിക്കോദമോസ് എന്ന പള്ളിപ്രമാണിയോട് പറയുന്നതാണ്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല. അപ്പൊ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കണം എങ്കിൽ പാപമേറ്റോർന്ന് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട വ്യക്തി യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ച് രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ട് ആ വ്യക്തി അടുത്തതായി ദൈവത്തിന്റെ കൽപ്പനയായ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണ്. സ്നാനപ്പെട്ട വ്യക്തി ഹല്ലേലൂയ ആമേൻ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പഠിക്കുന്നത് പോലെ യേശുവിന്റെ ശിഷ്യന്മാർ കാത്തിരുന്നു, പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നതുപോലെ നാം മുന്നാളുകളിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽക്കണമെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്രകാരം പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് നാം വിശുദ്ധിയോട് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ ജീവപുസ്തകത്തിൽ നമ്മെ പേരെഴുതുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. അപ്പൊ മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവം പ്രാപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഈ വ്യക്തി മരിക്കുവോളം ഹല്ലേലൂയ ആമേൻ യേശുവിനെ ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അന്യഭാഷയോടെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതും ആവശ്യമാണ്. ഹല്ലേലൂയ ആമേൻ. അപ്രകാരം തുടർന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ നിത്യജീവനിലേക്കുള്ള സ്വർഗരാജ്യത്തിലേക്കുള്ള പവിത്രമായ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാനായി പരിശുദ്ധാത്മാവിന് നമ്മെ നിയന്ത്രിക്കുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഉല്ലാസകോശമുള്ളവരും നിത്യാനന്ദ തലമേൽ ഉള്ളവരുമായി ജനങ്ങൾ ഈ വഴിയിലൂടെ നടക്കുന്നതിനാൽ ഏറ്റവും സന്തോഷകരമായ വഴി ആയിരിക്കും. ഈ വഴിയിലൂടെ നാം പാടിക്കൊണ്ടും മറ്റുള്ളവർ പാടുന്നത് കേട്ടുകൊണ്ടും നടക്കും. ഹല്ലേലൂയ ആമേൻ. ആണ് പാട്ടുകാരൻ പാടും, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. ഹല്ലേലൂയ. അങ്ങനെ ആനന്ദത്തോടെ ദൈവമക്കൾ പാടി സന്തോഷത്തോടെ ആ നിത്യരാജ്യത്തിലേക്ക് കടക്കുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മുടെ മേൽ ഇരിക്കുന്നത് സാധാരണ ആനന്ദമല്ല. ഈ ലോകത്തിൽ വെച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്ക് ലഭിക്കുന്നതായ സന്തോഷം എന്നുള്ളത് ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല. യേശുവിനോട് കൂടെ നിത്യാനന്ദം ഹല്ലേലൂയ യുഗായുഗം കർത്താവിനോട് കൂടെ വസിക്കുമ്പോഴും ഈ ആനന്ദം നമ്മുടെ ശിരസിന്മേലിരിക്കുന്നു, നാം അത് അനുഭവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മേലിരിക്കുന്നത് സാധാരണ ആനന്ദമല്ല, നിത്യാനന്ദം ആയിരിക്കും. യഥാർത്ഥ സന്തോഷം യഥാർത്ഥ വിശുദ്ധിയിലൂടെയാണ് ഉണ്ടാകുന്നത്.
അത് സ്വർഗത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായ സിയോനിലേക്കുള്ള വഴിയായതിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വഴി ആയിരിക്കും. ദൈവത്തിന്റെ വിശുദ്ധിയെ നീ സ്നേഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ സിയോനിലേക്കുള്ള ആ വിശുദ്ധ വഴിയെ ഒരു പെരുവഴിയായും വിശുദ്ധമായ വഴിയായും എളുപ്പ വഴിയായും സുരക്ഷിതമായ വഴിയായും അത് പവിത്രമായ വഴിയായും ഏറ്റവും സന്തോഷകരമായ വഴിയായും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വഴിയായും നമുക്ക് കാണുവാനായി കഴിയും. 1 തിമോഥെയോസ് 5:22 കാണുന്നത്, ആകയാൽ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക, പിശാചിനിടം കൊടുക്കാതെ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് ചുറ്റി തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ പിശാചിന് നമ്മുടെ ശരീരങ്ങളെ കൊടുക്കാതെ, ഹല്ലേലൂയ, യേശുവിന് വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെയും ശരീരം, നമ്മുടെ ദേഹദേഹി ആത്മാവിനെ യേശു കർത്താവിന് വേണ്ടി സമർപ്പിച്ച് യേശു കർത്താവ് നമ്മുടെ കർത്തൃത്വം ഏറ്റെടുത്താൽ നമുക്ക് ഈ വിശുദ്ധ വഴിയിലൂടെ വിശുദ്ധിയോടെ ജീവിക്കുവാനായി കഴിയും. അതിനായി ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, ഒരിക്കൽ കൂടി ദൈവ സ്നേഹത്തിലേക്ക്, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം ഒരു ദിനം കൂടി നീട്ടി തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, ഇത്രത്തോളം ദൈവം ഞങ്ങളെ സ്നേഹിച്ച കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ട്, പ്രാർത്ഥന, വചനങ്ങളെല്ലാം കർത്താവ് തന്നതിനായി സ്തോത്രം കർത്താവേ. അപ്പാ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ ആമേൻ സകല പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ രക്ഷകനായി അംഗീകരിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകളായ സ്നാനവും പരിശുദ്ധാത്മ അഭിഷേകവും പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളായി നിത്യജീവന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാകുന്ന ദൈവം സകല വ്യക്തികളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, സന്തോഷവും സൗഖ്യവും സമാധാനം നൽകണം, സൗഖ്യം നൽകണം. അപ്പാ, നിത്യജീവന് വേണ്ടി ഒരുമാറുന്ന നല്ല മനസ്സൊരുക്കം നൽകണം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.